ആൾക്കാരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. ചിലപ്പോൾ എണീക്കുമ്പോൾ എല്ലാവരും ഹാപ്പി മോർണിംഗിലായിരിക്കില്ല എണീക്കണം, ചിലവർ വിഷമത്തോടെ ആയിരിക്കും ചിലപ്പോൾ എണീക്കണം. അപ്പോൾ അവർക്ക് കേൾക്കേണ്ട രാഗം കല്യാണി രാഗം ആയിരിക്കില്ല, അവർക്ക് വേറെ എന്തെങ്കിലും രാഗമായിരിക്കും കേൾക്കണം. സോ അത് മാറിക്കൊണ്ടേയിരിക്കും. അത് ഓരോരുത്തരുടെ ലിസണിങ്, ഓരോരുത്തർക്ക് എന്താണ് ഇഷ്ടം, ഇപ്പം എന്താണ് ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം വെച്ചിട്ടായിരിക്കും ഓരോരുത്തർ ചിലപ്പോൾ അവരുടെ മോർണിംഗ്സ് തുടങ്ങുന്നത്. ഇപ്പം ഒന്നാം രാഗവും മാനം തെളിഞ്ഞു എന്നാലും കൂടിയിട്ടൊരു കോമ്പോസിഷൻ ചെയ്തിട്ടില്ലേ? ഇപ്പോൾ ഒന്നാം രാഗം എന്ന് യൂട്യൂബിൽ അടിക്കുമ്പോൾ ആദ്യം വരുന്ന ഒന്നാം രാഗത്തിൻ്റെ ഒറിജിനൽ വിഷലിന് ശേഷം തൊട്ടടിയിൽ വരുന്നത് ഈ ഒന്നാം രാഗവും മാനം തെളിഞ്ഞു എന്നുള്ള സെർച്ചിൽ വരുന്നത്. അപ്പം ആക്ച്വലായിട്ടുള്ള കാര്യം കാണുന്നതിനേക്കാളും കൂടുതൽ അതിനെ അത്ര തന്നെ ആളുകൾ ഈ കോമ്പോസിഷനും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ അധികം ആ പാട്ടിനെ മൊത്തത്തിൽ ഇംപ്രൂവൈസ് ചെയ്ത് മാറ്റില്ല എന്നുള്ളത്. ഇതിനെ ഇപ്പോൾ ഒന്നാം രാഗമൊക്കെ എടുക്കുന്ന സമയത്ത് അത് ഭയങ്കര പോപ്പുലറാണ്, അത് എല്ലാ ജനറേഷനും കേട്ടിട്ടുള്ള പാട്ടുമാണ്. അതിനു വേണ്ടി എത്രമാത്രം ശ്രമം അല്ലെങ്കിൽ എത്രമാത്രം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്? ഞങ്ങൾ ശ്രദ്ധിച്ചത് ഒറ്റ കാര്യമുള്ളൂ, ആ പാട്ടിൻ്റെ സോൾ എങ്ങനെ നശിപ്പിക്കാതിരിക്കാം എന്നുള്ളത്. അത് മാത്രമേ ഞങ്ങൾ പറയില്ലേ, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പം അവിടെയാണ് ഇപ്പോൾ ഒരു ഒന്നാം രാഗം അല്ലെങ്കിൽ വാനം തെളിഞ്ഞ് പാട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു റോക്ക് ജോണറിൽ വേണമെങ്കിൽ ചെയ്യാം, എൻ്റെ ബാൻഡിനോട് കുറേ ഡിസ്റ്റോർഷനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് പാടില്ല, ആ ഒരു പാടില്ല എന്നല്ല, എനിക്കത് താല്പര്യമില്ല, അതാ പറയണേ. ആ സോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുമ്പോഴാണ് ഓക്കെ, നമുക്ക് ആ സമയത്ത് വയലിനിസ്റ്റ് ഉണ്ടായിരുന്നു, മാധവ് ഗോപി എന്ന് പറഞ്ഞൊരു വയലിനിസ്റ്റ് ഉണ്ടായിരുന്നു, രാമുരാജ് ആയിരുന്നു ആ സമയത്തും നമ്മുടെ കീബോർഡിസ്റ്റ്. അപ്പോൾ നമ്മളൊരു മിനിമൽ അപ്രോച്ച് നോക്കുമ്പോഴാണ് എപ്പോഴും ആ ഒരു സോള് നമുക്ക് ഭയങ്കരമായിട്ട് കളയാണ്ട്. എന്താ വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് വരുന്നത് സിംഗിങ്ങിനാണ്. ഒന്നാം രാഗം നമ്മൾ നോക്കുമ്പോഴും മാനം തെളിഞ്ഞ് വന്ന് നോക്കുമ്പോഴും, മാനം തെളിഞ്ഞ് ഒരു പെപ്പി നമ്പർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും അത് തോന്നുന്നത്, ഭയങ്കര ഡാൻസ് സോങ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത് ശരിക്കും നോക്കിയാൽ ഭയങ്കര നല്ലൊരു മെലഡിയാണ്. ഭയങ്കര നല്ലൊരു മെലഡിയാണെന്നുള്ളത് ഞങ്ങൾ ആ സമയത്ത് പാടി നോക്കുമ്പോഴാണ് നമുക്കും റിയലൈസ് ആവണം. അതായത് ഇപ്പോൾ AR റഹ്മാൻ്റെ അങ്ങനത്തെ കുറേ പാട്ടുകളുണ്ട്, ഭയങ്കര അടിപൊളി പാട്ട്. ഇപ്പോൾ തില്ലാന അത് ശരിക്കും നിങ്ങൾ ഒന്ന് കുറച്ചൊന്ന് സ്ലോ ആയിട്ട് പാടി നോക്കിയാൽ ഭയങ്കര നല്ലൊരു മെലഡിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പാട്ടുകളുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഓക്കെ, ഒന്നാം രാഗം ഡെഫിനറ്റ്ലി അന്നും ഭയങ്കര നല്ലൊരു മെലോഡിയസ് പാട്ടായിരുന്നു. ആ പാട്ടായിട്ടാണ് ഔസേപ്പ് ബച്ചൻ സാർ അത് ചെയ്തത്. അഗൈൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. അത് ഡെഫിനറ്റ്ലി എനിക്ക് ട്രൈ ഔട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് മ്യൂസിക് മോജോയിൽ ആയിക്കൂടാ എന്നുള്ളൊരു ആ ഒരു തോട്ടിലാണ് ആ പാട്ട് ചെയ്ത് പാടി വന്നപ്പോഴാണ് ഓക്കെ, ഇത് വേറൊരു ഒരു നമ്മൾ പറയില്ല, ഒരു ഷിഫ്റ്റ് എന്ന് പറയും. അതായത് ഒരു പല്ലവിന്ന് അനുപല്ലവി കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകുമ്പോൾ എങ്ങനെ നമുക്ക് ബോറിംഗ് ആക്കാതിരിക്കാം, അല്ലെങ്കിൽ റിഡൻഡൻ്റ് എന്ന് പറയും, അതായത് ഒരേപോലെ സൗണ്ട് ചെയ്യിപ്പിക്കാതിരിക്കാം. അവിടെയാണ് ഈ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുൻപിൽ, പാടുവതും രാഗം തേടുവതും രാഗം ഞാൻ ദേവനും അനുരാഗിയാം അമ്പലപ്രാവേ. അവിടുന്ന് ഒരു കോഡ് ഷിഫ്റ്റ് ചെയ്ത് തരരരാ 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 പാട വരുമ്പോഴും ചാഞ്ചാടും എന്നുള്ളൊരു സാധനം കേൾക്കുമ്പോൾ നമുക്ക് അറിയാണ്ട് ഞങ്ങൾക്ക് ഗൂസ് ബംസ് വന്നു പോയി. എന്താ വെച്ചാൽ അതൊരു മാജിക് ഓഫ് കോഡ്സ് ആണ്. ഒന്നാം രാഗം സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കോഡ്സ് ഉണ്ടാവും, അവിടുന്ന് പെട്ടെന്ന് നമ്മൾ മാനം തെളിഞ്ഞെന്ന് പറയുമ്പോൾ വേറെ സെറ്റ് ഓഫ് കോഡ്സ് ആണ്. അപ്പോൾ അതൊരു എലിവേഷൻ ആണ്. കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു വാവ് എന്ന് തോന്നില്ലേ? അത് ആൾക്കാർക്ക് തോന്നിയെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ ഞങ്ങൾ അന്ന് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അത് തോന്നിയായിരുന്നു. അപ്പൊ ഞങ്ങള് അങ്ങനെയാണ് ആ ഒരു പാട്ടിലേക്ക് നമ്മൾ അഗൈൻ ഒരു ഈ മാനം തെളിഞ്ഞ നിന്നുള്ള പാട്ടിന്റെ വേർഷൻ എപ്പോഴെങ്കിലും ബേണി ഇഗ്നേഷ്യസ് ഒറിജിനൽ കമ്പോസേഴ്സ് കേൾക്കോ അഭിപ്രായം പറയാതെങ്കിലും ചെയ്തിട്ടുണ്ടോ? അറിയില്ല, അത് ഞാൻ ചോദിച്ചിട്ടില്ല, അറിയില്ല. ഇനി വേണമെങ്കിൽ ചോദിക്കാം. കേൾക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അറിയില്ല, ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങള് അഗൈൻ മാക്സിമം അതിന്റെ സോളൊന്നും കളയാതെ പെർഫോം ചെയ്യാൻ ഞങ്ങൾ ട്രൈ ചെയ്തു. വേണുഗോപാൽ സാർ ഒന്നാം രാഗം കേട്ടിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, വേണുഗോപാൽ സാറും അരവിന്ദും അത് കേട്ടിട്ടുണ്ട്. അവർക്ക്
അവർ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഔസേപ്പച്ചൻ സാർ ആക്ച്വലി മൗനം സ്വരമായി കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു പാലക്കാട് ഒരു പരിപാടിക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് ഇങ്ങനെ ഇപ്പോഴത്തെ ആൾക്കാരുടെ കവർ വേർഷൻസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞാനിങ്ങനെ മൗനം സ്വരമായി സാർ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഔസേപ്പച്ചൻ സാറിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അഗൈൻ എല്ലാവരും നോക്കണം എന്താ വെച്ചാൽ അവര് കമ്പോസ് ചെയ്യുമ്പോൾ ഒരു കമ്പോസറിന്റെ മനസ്സിലൊരു സോൾ ഉണ്ടാവും, ഒരു പാട്ടിനൊരു സോൾ ഉണ്ടാവും. അത് എങ്ങനെയൊക്കെ പാടണം, എങ്ങനെ പാടാൻ പാടില്ല എന്നായിരിക്കും അവരുടെ മനസ്സിൽ കൂടുതൽ ഉണ്ടാവുക. നമ്മൾ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാണ്ട് നമ്മൾ പാടിയ ഒരിക്കലും ഇപ്പൊ റിയാലിറ്റി ഷോസിൽ എന്താണ്, റിയാലിറ്റി ഷോസിലും ഉള്ള പാട്ടുകൾ തന്നെ പാടിക്കൊണ്ടിരിക്കണേ. ഇപ്പോഴത്തെ റിയാലിറ്റി ഷോസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഇംപ്രൂവൈസ് ചെയ്തിട്ടൊക്കെ പാടുന്നുണ്ട്. ഭയങ്കര രസമായിട്ടാണ് പിള്ളേരൊക്കെ പാടുന്നത്. എവിടെയും സോള് നഷ്ടപ്പെടുന്നില്ല. അപ്പൊ ജഡ്ജസ് ആരാ? മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെയാണ്. ചിലപ്പോൾ ആ പാട്ട് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെയാണ് ചില ജഡ്ജസ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അവിടെ ഒന്നും അവർക്ക് പ്രശ്നമില്ല. പ്രശ്നം എന്ന് പറയണത് എഗൈൻ പെർസ്പെക്റ്റീവ്സ് ആട്ടോ. ഒരു പാട്ടിനെ ഭയങ്കരമായിട്ട് ഒരു വേറെ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാമെന്ന് പറയില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്തിനു വേറൊരു സൂര്യോദയം ഒരു റോക്ക് ജോണറിൽ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന കോൺട്രവേഴ്സീസിൽ ചിലപ്പോൾ ഞാൻ പെടുമായിരുന്നു. അവിടെ ഈ രണ്ട് ആൾക്കാരും അവരും ഡെഫിനറ്റ്ലി ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരും കേട്ടോ. അതിന് കൊള്ളാം, റോക്കിലും കേൾക്കാൻ രസമുണ്ട്, പക്ഷെ അത് വളരെ ചെറിയ ശതമാനമായിരിക്കും. ഏറ്റവും കൂടുതൽ ശതമാനം പറഞ്ഞാൽ എന്തിനു ഒരു സൂര്യോദയം 20 കൊല്ലമായിട്ട് കേട്ടുകൊണ്ടിരിക്കണ ഓഡിയൻസ് ആയിരിക്കും. അവർ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ സഹിക്കില്ല, മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടല്ലാണ്ട് ആ പാട്ടിന് ഇപ്പോൾ ക്ലാസിക്കലിൽ നമ്മൾ എന്താ പറയുക, ഇംപ്രൂവൈസേഷൻ എന്ന് പറയുമ്പോൾ കുറേ ആലാപ് പാടും, അല്ലെങ്കിൽ സംഗതികൾ പാടും. സംഗതികൾ പാടിക്കൊണ്ടൊരു പാട്ടിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിനൊരിക്കലും ഒരു സോള് നശിപ്പിക്കാവുന്ന ഒരു സാധനമില്ല. അത് നമ്മുടെ സ്റ്റൈലിൽ പാടാന്നുള്ളതുള്ളൂ. നമുക്ക് ചിലപ്പോൾ അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാനൊരു പാട്ട് സ്റ്റുഡിയോയിൽ പോയി പാടുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു 1 hour 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആയിരിക്കും കിട്ടണത് ആ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ലിസണർ അല്ലെങ്കിൽ വേറൊരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പാട്ട് അവർ 5-6 കൊല്ലം കേട്ടുകൊണ്ടിരിക്കുക, 5-6 കൊല്ലം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. ഓരോരുത്തർക്കും അവർ പഠിച്ച സ്റ്റൈൽ ഉണ്ടാവും. ഓരോ പ്രാവശ്യം പാടുമ്പോൾ അത് വേറെ വേറെ രീതിയിൽ ചിലപ്പോൾ പാടാൻ അവിടെയാണ് ഈ പറയുന്ന ഇംപ്രൂവൈസേഷൻ വരുന്നത്. അവിടെ ഒന്നും ഒരിക്കലും നമ്മൾ ആ സോളിനെ നശിപ്പിക്കല്ല. ആ രാഗം, ഓരോ രാഗത്തിനും ഓരോ പോക്കുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് ആ രാഗം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതൊക്കെ കച്ചേരിയിൽ പോകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ കേൾക്കുക. ഒരു കീർത്തനം ഒരു 1/2 മണിക്കൂർ ഇരുന്ന് അവർ പാടും. അതെന്താ വെച്ചാൽ ആ ഒരു രാഗത്തിൻ്റെ ഒരു സോളുണ്ട്. അത് നമുക്ക് പല രീതിയിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കും ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഈ അന്ന് 2 മണിക്കൂറിൽ നമുക്കൊരു സിനിമ നിർത്തണം എന്നുള്ളത് ചിലപ്പോൾ ഒരു ഡയറക്ടറിന്റെ സൈഡിൽ നിന്നായിരിക്കും പറഞ്ഞത്. ആ 2 മണിക്കൂറിലൊരു സിനിമയിൽ ഈ 4 മിനിറ്റിന്റെ പാട്ട് നമുക്ക് വേണമെങ്കിൽ 8 മിനിറ്റ് ആയിട്ട് കമ്പോസറിന് ചെയ്യാം. പക്ഷെ ഈ 4 മിനിറ്റ് പോലും ചിലപ്പോൾ അവർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവില്ല. അത് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഒരു ട്യൂൺ അവർ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കിയിട്ട് എങ്ങനെ 3.5 മിനിറ്റിലേക്ക് അല്ലെങ്കിൽ 3.25 മിനിറ്റിലേക്ക് ഒതുക്കാം എന്നുള്ള രീതിയിലാണ് പല സോങ്സും കുറച്ചൊന്ന് ടെമ്പോ കൂട്ടി ഒന്ന് ഫാസ്റ്റ് ആക്കി വരും. അവിടെയാണ് നമ്മൾ ഈ റിയലൈസ് ചെയ്യുന്നത് നല്ലൊരു മെലഡി ആണല്ലോ എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ എപ്പോഴും ആ സോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്ത് പാടുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാതിരിക്കുക. ചെയ്യാം, ചെയ്യേണ്ട ആൾക്കാർക്ക് ചെയ്യാം. പക്ഷെ അവിടെ ഡെഫിനറ്റ്ലി കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വന്ന് നെഗറ്റീവ് കമൻസ് ചിലപ്പോൾ പറഞ്ഞേക്കാം.